നമസ്കാരം. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഹിന്ദു വിശ്വാസ പ്രകാരം ഏറ്റവും അപകടകരമായ 5 അസുരന്മാരെ പറ്റിയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 5, രാവണൻ. രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് രാവണൻ. രാമായണത്തിൽ രാവണൻ പുരാതന കാലത്ത് ലങ്ക ഭരിച്ചിരുന്ന അസുര ചക്രവർത്തിയായിരുന്നു. രാമായണത്തിലെ പ്രതിനായകനും വിശ്വവസിന്റെ പുത്രനുമായ ലങ്കാധിപതിയാണ് രാവണൻ. എന്തൊക്കെയായാലും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ലങ്കയിൽ പട്ടിണി എന്തെന്ന് പ്രജകൾ അറിഞ്ഞിട്ടില്ല. നമ്പർ 4, മഹിഷാസുര. അസുരന്മാരുടെ രാജാവായിരുന്ന രംഭാസുരന്റെ മകനാണ് മഹിഷാസുരൻ. ദേവന്മാരെ മുച്ചൂടും മുടിപ്പിക്കുക എന്നതായിരുന്നു മഹിഷാസുരന്റെ ലക്ഷ്യം. അതിനായി എപ്പോഴും യുദ്ധം നടത്തി വന്നിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു മഹിഷാസുരൻ ശക്തി നേടിയത്. അസുരന്മാരുടെ എല്ലാ ലക്ഷണവും മഹിഷാസുരനിൽ നിറഞ്ഞു നിന്നിരുന്നു. നമ്പർ 3, നരകാസുര. നരകാസുരൻ എന്നും അറിയപ്പെടുന്ന നരകനും ഭൗമാസുരനും ഒരു അസുര രാജാവായിരുന്നു. പ്രാഗ് ജ്യോതിഷ കാമരൂപന്റെ 3 രാജവംശങ്ങളുടെയും ഇതിഹാസ പൂർവികരും പ്രാഗ് ജ്യോതിഷയുടെ ഐതിഹാസിക ഭൗമ രാജവംശത്തിന്റെ സ്ഥാപക ഭരണാധികാരിയുമായിരുന്നു ഇദ്ദേഹം. കൃഷ്ണനും സത്യഭാമയുമാണ് അദ്ദേഹത്തെ വധിച്ചത്. നമ്പർ 2, ഭസ്മാസുർ. ഹിന്ദു മതത്തിലെ ഭസ്മാസുരൻ ഒരു അസുരൻ അല്ലെങ്കിൽ രാക്ഷസനാണ്. വിഷ്ണുവിന്റെ ഏകസ്ത്രീ അവതാരമായ മോഹിനിയുടെ കബളിപ്പിക്കലിന് വിധേയമായി അസുരൻ സ്വയം ചാരമായി. പുരാണങ്ങളിൽ കാണാത്ത ഒരു കഥാപാത്രമാണ് ഭസ്മാസുരനെങ്കിലും പ്രാദേശിക സാഹിത്യത്തിൽ അദ്ദേഹത്തിന്റെ കഥ പരാമർശിക്കപ്പെടുന്നു. നമ്പർ 1, കുംഭകർണൻ. ഹൈന്ദവ ഇതിഹാസമായ രാമായണത്തിലെ ഒരു രാക്ഷസനായ കുംഭകർണൻ രാക്ഷസ രാജാവായ രാവണന്റെ നേരെ ഇളയ സഹോദരനാണ്. അതിബൃഹത്തായ ശരീരവും ഒരിക്കലും തീരാത്ത വിശപ്പും കൊണ്ട് നടക്കുന്ന കഥാപാത്രമായ കുംഭകർണൻ തന്റെ ശക്തി പ്രകടനത്തിന്റെ ഭാഗമായി പല ഹൈന്ദവ സന്യാസികളെയും കൊന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.